ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല കോഴിക്കോട്ട്. മലബാർ മാപ്പിള കലാ അക്കാദമി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രൊഫസർ കുര്യാക്കോസ് വട്ടമറ്റത്തിന്. ലോകനാർക്കാവ് ഗ്രീൻ ഇക്കോസ്ഫിയർ പരിസ്ഥിതി സംഘത്തിന്റെ നേതൃത്വത്തിൽ ലോകനാർക്കാവിൽ പൂജാ പുഷ്പത്തോട്ടം. ഫുട്വെയർ എക്സ്പോ കേരള 2026 ജൂലൈ 18-19 തീയതികളിൽ കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഫൈസൽ ബാബു MLA നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സണർമാർക്കായി ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും വാർഷിക പദ്ധതി രേഖ പ്രകാശനവും അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA നിർവഹിച്ചു. ഒരു കീവേഡ് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനൊരു MLA എന്ന നിലയിലല്ല, ഒരു ലേമാൻ, ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ എൻ്റെ ചുറ്റുവട്ടത്തും നാട്ടിലും സംഭവിക്കുന്ന കാര്യങ്ങളെ സാമാന്യം നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ കുടുംബശ്രീക്ക് അതിൻ്റെ ഒരു വാല്യൂ കോൺസെപ്റ്റ് ഒറ്റവാക്കിൽ എഴുതി വെക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന വാക്ക് ട്രസ്റ്റ് എന്നതാണ്. വിശ്വാസം. ഇതൊരേ സമയം ഒരു സാധ്യതയാണ്, സന്തോഷമാണ്, അഭിമാനമാണ്. പക്ഷെ അതേസമയം ഇതൊരു വെല്ലുവിളിയാണ്, ഒരു ഭീഷണിയാണ്, ഒരു ഭാരമാണ്. ബർഡൻ ഓഫ് എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയുടെ ഭാരം. People will something expect in terms of quality. കുടുംബശ്രീ എന്ന ബ്രാൻഡ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതൊരു അച്ചാർ കുപ്പി ആണെങ്കിൽ പോലും അതിൽ സമൂഹം അച്ചാറിന്റെ രുചി രണ്ടാമതാണ്. നമുക്ക് കണ്ണടച്ച് കഴിക്കാമെന്ന വിശ്വാസമാണ് കുടുംബശ്രീ എന്ന ലേബൽ ഒട്ടിക്കുന്നതിലൂടെ എന്നത് നിങ്ങൾ അറിയേണ്ടുന്ന വസ്തുതയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ സാറ ജാഫർ, രാമനാട്ടുകര നഗരസഭ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഫസീല, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു താന്നിക്കാക്കുഴി, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ CC നിഷാദ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് KR ജുബിനു, ജില്ലാ പ്രോഗ്രാം മാനേജർ TK ശ്രീഷ്മ ശ്രീധർ, കോഴിക്കോട് സെൻട്രൽ CDS ചെയർപേഴ്സൺ KK ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ മാപ്പിള കലാ അക്കാദമിയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രൊഫസർ കുര്യാക്കോസ് വട്ടമറ്റത്തിന്. അവാർഡ് വിതരണവും ഇശൽ നൈറ്റും ജൂലൈ 10 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞങ്ങൾ ഇതിനെ ചിന്തിക്കുന്ന ഒരു പ്രമുഖ കാര്യം എന്താണെന്ന് വെച്ചാൽ, റംലാബീഗത്തിന്റെ പേരിൽ പ്രമുഖ കാതിക മാപ്പിളപ്പാട്ട് തരി തുടങ്ങിയ റംലാബീഗത്തിന്റെ പേരിൽ എല്ലാ വർഷവും ഒരു അവാർഡ് മികച്ച മലയാള മാപ്പിള പാട്ടുകാരിക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിനോട് കൂടിയിട്ട് ചെയ്യണം. വിദ്യാഭ്യാസ അവാർഡുകൾ ഇതൊക്കെ പ്രഖ്യാപിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവർക്ക് സമുചിതമായിട്ടുള്ള ഒരു മന്ദിരം പണിയണമെന്നൊക്കെ ഞങ്ങളുടെ അജണ്ടയിലുണ്ട്. അരനൂറ്റാണ്ടിലേറെയായി വിദ്യാഭ്യാസ കാരുണ്യ മേഖലയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ഫാദർ കുര്യാക്കോസ് വട്ടമറ്റത്തിന് 25,000 രൂപയുടെ അവാർഡും പ്രശസ്തി പത്രവും ഫലകവും നൽകുന്നതെന്ന് മലബാർ മാപ്പിള കലാ അക്കാദമി ചെയർമാൻ PH താഹ അറിയിച്ചു.
ഇതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രൊഫസർ കുര്യാക്കോസ് വട്ടമറ്റത്തിന് ഒരു ഏറ്റവും നല്ല ജീവകാരുണ്യ പൊതു വിദ്യാഭ്യാസ മേഖല പ്രവർത്തിച്ച പ്രവർത്തനത്തിനുള്ള ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 രൂപയാണ് ക്യാഷ് അവാർഡായിട്ട് കൊടുക്കുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ അവാർഡ് സമർപ്പണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ TT നാസർ, സ്വീകരണ കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് കാഞ്ഞിരത്തിങ്കൽ, ട്രഷറർ അഷറഫ് ഈസ്റ്റ് വെള്ളിമാടുകുന്ന്, ഗായകൻ അമീർ കാലിക്കറ്റ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോകനാർക്കാവ് ഗ്രീൻ ഇക്കോസ്ഫിയർ പരിസ്ഥിതി സംഘടന ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ പൂജാ പുഷ്പത്തോട്ടം ഒരുക്കുന്നു. തോട്ടം നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ പയ്യന്നൂർ നിർവഹിച്ചു. ഗ്രീൻ ഇക്കോസ്ഫിയർ എന്ന പരിസ്ഥിതി സംഘടന ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ പൂജാ പുഷ്പത്തോട്ടം ഒരുക്കുന്നു. ക്ഷേത്ര സമുച്ചയത്തിലെ ഭഗവതി, വിഷ്ണു, ശിവ ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾക്കായുള്ള തോട്ടമാണ് ഒരുക്കുന്നത്. പൂജാ പുഷ്പത്തോട്ട നിർമ്മാണ ഉദ്ഘാടനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തൈ കൈമാറിക്കൊണ്ട് ദേശീയ കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ പയ്യന്നൂർ നിർവഹിച്ചു. ശരിയായ തിരുവാതിര ഞാറ്റുവേലക്ക് പറ്റിയ കാലാവസ്ഥയാണ്. നമുക്ക് ഞാറ്റുവേല പറ്റി എല്ലാവർക്കും അറിയാം. കൂടുതൽ ഞാറ്റുവേല കഴിയുന്നത് ജൂൺ 22 മുതൽ ജൂലൈ 5 വരെയാണ് തിരുവാതിര ഞാറ്റുവേല. 27 നക്ഷത്രത്തിൽ 27 ഞാറ്റുവേലയാണ്. 13 ദിവസമാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. ഗ്രീൻ ഇക്കോസ്ഫിയർ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. പൂജാ പുഷ്പത്തോട്ടം പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ നൽകുന്നു എന്നതിലുപരി ഏതു തരം ചെടികളായാലും വൃക്ഷങ്ങളായാലും ഈ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് ഓക്സിജൻ വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭൂമിയെ കാർബണിൽ നിന്ന് മുക്തമാക്കാനുള്ള ഒരു പ്രവർത്തനം എന്ന രീതിയിൽ കൂടി ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KN ദിവ്യ മുഖ്യാതിഥിയായി. പക്ഷി നിരീക്ഷകൻ GK പ്രശാന്ത് ഹരിത സന്ദേശം നൽകി. ഗ്രീൻ ഇക്കോസ്ഫിയർ സെക്രട്ടറി മിനി ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ബിനീഷ് താമരശ്ശേരി, മാർഗരറ്റ് ബോബി, K കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ TV രാമചന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി T വിനീത് നന്ദിയും പറഞ്ഞു. തെച്ചി, മന്ദാരം, തുളസി, പിച്ചകം, ചെമ്പരത്തി, കൂവളം, ചെണ്ടുമല്ലി, മുല്ല, ആകാശമുല്ല, മരമുല്ല, ചെമ്പകം, എരിക്ക്, ഉമ്മം, തുമ്പ, ശംഖുപുഷ്പം, കാദംബരി തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചത്. വനമഹോത്സവത്തിനിടയ്ക്ക് ആയതുകൊണ്ട് ഇവയ്ക്ക് പുറമെ ചന്ദനം, കമണ്ടലു എന്നിവയും നട്ടുപിടിപ്പിച്ചു. വളർച്ച ഉറപ്പാക്കാനായി തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇഫ്കോ നാംകോസിന്റെ സഹകരണത്തിൽ നിന്നും കൃഷിയിലേക്ക് എന്ന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ജൂലൈ 10 KP കേശവ മേനോൻ ഹാളിൽ നടക്കുന്ന സെമിനാർ ഇഫ്കോ ഡയറക്ടർ സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്യും. സെമിനാറിൽ ഇഫ്കോ ഡയറക്ടർ മനീഷ് ഗുപ്ത മുഖ്യ പ്രഭാഷണം നടത്തും. ഇഫ്കോ ജനറൽ മാനേജർ തരുൺ ഭാർഗവ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഇഫ്കോ ഉന്നത ഉദ്യോഗസ്ഥർ, സർക്കാർ വകുപ്പുകളിലെ പ്രതിനിധികൾ, കാർഷിക വിദഗ്ധർ, മാതൃകാ കർഷകർ, സംരംഭകർ, ബാങ്കിംഗ് മേഖലയിലെ പ്രതിനിധികൾ, മറ്റ് കാർഷിക മേഖലയിലെ പങ്കാളികൾ എന്നിവർ സെമിനാറിൽ പങ്കെടുക്കും. കൃഷിയിലെ പുതിയ സാധ്യതകൾ, സഹകരണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തൽ, കാർഷിക ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രയോജനം എന്നിവ ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയാകും സെമിനാറെന്ന് സംഘാടകർ പറഞ്ഞു.
കാർഷിക മേഖലയിലെ പുതിയ അവസരങ്ങൾ, സഹകരണ സ്ഥാപനങ്ങളുടെ ശക്തിപ്പെടുത്തൽ, കർഷകരുടെ ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനം എന്നിവ ചർച്ച ചെയ്യുന്ന പൊതുവേദിയായിരിക്കും ഈ സെമിനാർ. സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘങ്ങൾ, കർഷക സംഘടനകൾ, കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ എന്നിവയും സെമിനാറിൽ സംബന്ധിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ നാനോ യൂറിയ ഈ സെമിനാർ നടത്തി കർഷകരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നു. കുറച്ച് ഡെവലപ്പ് ചെയ്ത് ഇതെല്ലാം കൂടി ഒരൊറ്റ പാക്കേജ് ആക്കി കർഷകരെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഒരൊറ്റ പാക്കേജിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ നാംകോസ് ജനറൽ മാനേജർ കെ മിഥുൻ, ഇഫ്കോ പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റർ പി സരുണ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫുഡ്വെയർ എക്സ്പോ കേരള 2026 ജൂലൈ 18-19 തീയതികളിൽ നടക്കും. എക്സ്പോയ്ക്ക് മുന്നോടിയായുള്ള ടെക്നിക്കൽ സെമിനാറിന്റെ ഉദ്ഘാടനം ജൂലൈ 11 APM മുഹമ്മദ് ഹനീഷ് IAS നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 11-ാം തീയതി പന്തീരങ്കാവ് ക്യാപ്കോണിൽ വെച്ചിട്ട് ഒരു ടെക്നിക്കൽ സെമിനാറും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫുഡ്വെയർ എക്സ്പോ കേരളയുമായി ബന്ധപ്പെട്ട സെമിനാറിൽ ഈ രംഗത്തെ ദേശീയ അന്തർദേശീയ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫുഡ്വെയർ നിർമ്മാതാക്കളും ടെക്നീഷ്യന്മാരും പങ്കെടുക്കും. FDDC, ഫൂമ, KSSIA, CIFI തുടങ്ങിയ സംഘടനകളാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 100-ലധികം പ്രമുഖ ഫുഡ്വെയർ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ നിർമ്മാതാക്കളുടെയും ഡീലർമാരുടെയും വൈവിധ്യമാർന്ന സ്റ്റാളുകൾ എക്സിബിഷനിൽ ഒരുക്കുമെന്ന് ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ ഫുഡ്വെയറിന്റെ മാപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഫുഡ്വെയറിന്റെ ക്ലസ്റ്റർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ കോഴിക്കോട്. അപ്പോൾ ഒരു സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്ന മൊത്തം PU ചെരുപ്പുകളിലെ 50% കൂടുതൽ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘട്ടം വരെ നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ആ വ്യവസായം വളർച്ചയിലേക്ക് എത്തുള്ളൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും നമ്മൾ പഴയ കാലഘട്ടം, നമ്മൾ ഏറ്റവും അവസാനം 9 വർഷം മുമ്പാണ് നമ്മൾ ഈ ഒരു എക്സിബിഷൻ നടത്തിയത്. അപ്പൊ ആ നടത്തിയതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയ രൂപത്തിൽ ഈ ഒരു മെറ്റീരിയൽ ആൻഡ് കോമ്പണന്റ് എക്സിബിഷൻ നടത്താൻ ഉദ്ദേശിച്ചു. ജൂലൈ 18-19 തീയതികളിൽ റാവിസ് കടവ് റിസോർട്ടിലാണ് എക്സ്പോ നടക്കുക. വാർത്താ സമ്മേളനത്തിൽ ഫുഡ്വെയർ എക്സ്പോ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ VKC റസാഖ്, ജനറൽ കൺവീനർ ബാബു മാളിയേക്കൽ, ഫൂമ പ്രസിഡന്റ് രജിത് M, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ KV തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വെസ്റ്റ് ഹിൽ വെൽനസ് വൺ റിഹാബ് സെന്ററിന്റെ സഹകരണത്തോടെ മാധ്യമ പ്രവർത്തകർക്കായി ഫിസിയോതെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വെസ്റ്റ് ഹിൽ വെൽനസ് വൺ റിഹാബ് സെന്ററിന്റെ സഹകരണത്തോടെ മാധ്യമപ്രവർത്തകർക്കായി ഫിസിയോതെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു. വെൽനസ് വൺ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി ഡോക്ടർ അഭിഷേക് S. പിള്ള, ഡോക്ടർ ചിത്ര രമേശ് എന്നിവർ നേതൃത്വം നൽകി. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സെക്രട്ടറി PK സജിത്ത്, വെൽനസ് വൺ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ K. നൌഷാദ് എന്നിവർ സംസാരിച്ചു. ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ, ഷോൾഡർ പെയിൻ, നീ പെയിൻ, ഹീൽ പെയിൻ, റിസ്റ്റ് പെയിൻ, numbness and tingling in hands or feet, balance problems, difficulty walking, general weakness, postural problems എന്നിവയ്ക്കുള്ള ചികിത്സകളാണ് ഇവിടുത്തെ പ്രത്യേകതയെന്നും ജനറൽ മാനേജർ K. നൌഷാദ് പറഞ്ഞു. ഞങ്ങളുടെ ഈ സെൻറ്ററിൽ അഡ്വാൻസ്ഡ് സെൻ്ററാണ്. ഈ സെൻറ്ററിൽ ഏകദേശം 6 ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിന് ഞങ്ങളുടെ HOD പരിശോധിക്കുകയും അദ്ദേഹം ഒരു അസസ്മെൻറ്റ് നടത്തി അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. തികച്ചും പ്രൊഫഷണലായിട്ടുള്ള ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വെൽനസ് വൺ. ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെയും HODമാർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ളവരാണ്. അവർ ചെയ്യുന്ന അസസ്മെൻറ്റിനനുസരിച്ചിട്ടാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടത്തി. മാനേജർ PKV അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. മക്കളെ അറിയാൻ, കരിയർ ഗൈഡൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളും നടന്നു. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 കുട്ടികളുടെ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ PKV അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ TP മുഖ്യപ്രഭാഷണം നടത്തി. സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ റീന P മക്കളെ അറിയാൻ വിഷയത്തെ ആസ്പദമാക്കിയും കരിയർ ഗൈഡൻസ് സംബന്ധിച്ച വിഷയത്തെ ആസ്പദമാക്കി സൽമാൻ ഫാരിസും സംസാരിച്ചു. ഒരു ഭാഗത്ത് സ്വർണത്തിന്റെ കപ്പും മറ്റേ ഭാഗത്ത് അതിന്റെ അടപ്പും വെച്ചിട്ടാണ് കിടക്കുന്നത്. ആ സമയത്ത് ഈ സത്രത്തിൽ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞു. അപ്പൊ കുറച്ച് പാതിരായി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരാണ്. ആ മനുഷ്യൻ വേറെ ആരുമല്ല, ഒരു കള്ളനാണ്. ഹെഡ് മാസ്റ്റർ ഫൈസൽ VK, PTA വൈസ് പ്രസിഡന്റ് റാസിഖ്, മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ അബ്ദുൽ നാസർ, MPTA പ്രസിഡന്റ് റഹിയാന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് KP അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ NSS പ്രോഗ്രാം ഓഫീസർ രജനി K സ്വാഗതവും സർഷാർ അലി നന്ദി പ്രകാശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി IV ദാസിനെ അനുസ്മരിച്ചു. എഴുത്തുകാരൻ ഭാനുപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ച വ്യക്തി എന്നതിനുമപ്പുറം മികച്ച എഡിറ്റർ കൂടിയായിരുന്നു IV ദാസ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ IV ദാസ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ഭാനുപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എല്ലാ സൗഹൃദങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ IV ദാസ് എപ്പോഴും ശ്രമിച്ചിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. നമ്മുടെ എഴുത്തിന്റെ കാര്യമല്ല പറയുന്നത്, അതൊരു വലിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സംഭവമാണ്. അത് തീർച്ചയായിട്ടും പുതിയ തലമുറയാണ്. ഭാർഗവ നിലയത്തിന്റെ നല്ല പ്രിന്റ് തന്നെ കിട്ടാനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം മാത്രമല്ല, ഗ്രന്ഥശാലകൾ വരെ വാർഷികത്തിന്റെ ഒരു അനുസ്മരണ പരിപാടി നടത്തുമ്പോൾ ഞാൻ പറയുന്നത് സാഹിത്യ സൃഷ്ടികളൊക്കെ കലാകാലങ്ങളും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഭാർഗവ നിലയം എന്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വിധേയമാകുന്നില്ല എന്നുള്ളതാണ്. ഭാർഗവ നിലയമാണ് ശരിക്കും മലയാളത്തിലെ ക്ലാസിക് മൂവി എന്ന് പറയാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ശരിക്കും ഭാർഗവ നിലയം വിൻസെന്റ് മാസ്റ്ററുടെ ഡയറക്ഷൻ നമ്മൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതിൻ്റെ ഒക്കെ ഒരു ഓരോ ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ആ കാലത്ത് ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ലൈബ്രറി പ്രസിഡന്റ് M രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. PN പ്രേമരാജ്, P ജയചന്ദ്രൻ, T മുരളീധരൻ, PP ഉമ്മർകോയ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2026 നടക്കാവ് ഗേൾസ് സ്കൂളിൽ ജൂലൈ 19 നടക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 9447950166 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മത്സരം രാവിലെ 8 മണി മുതലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് P നിഖിലാണ് മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലാ യോഗ അസോസിയേഷന്റെ 11ാമത് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് നടക്കാവിൽ ജൂലൈ 19 രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ വിവിധ മത്സരങ്ങൾ നടക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായ രേഖകൾ സഹിതം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ 9, 10 തീയതികളിൽ VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെ അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടൊപ്പം തന്നെ യോഗ ഡാൻസ്, അതായത് ആർട്ടിസ്റ്റിക് സോളോ, ആർട്ടിസ്റ്റിക് പെയർ,
റിതമിക് യോഗ ഡാൻസ്, ഫ്രീ ഫ്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെച്ചുകൊണ്ട് താളാത്മകമായി യോഗയിലെ അഡ്വാൻസ്ഡ് ആസനാസ് ചെയ്യുന്നതാണ് ഈ ഇനങ്ങൾ. ഇതിൽ തന്നെ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളായിട്ട് അതിൽ തന്നെ ആൺ പെൺ വിഭാഗങ്ങൾ വ്യത്യസ്തമായ കാറ്റഗറിയിൽ ആണ് 8ഓളം വേദികളിൽ ആണ് മത്സരങ്ങൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9496809828 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ KC സുനിൽ, ഡോക്ടർ രാമാനന്ദൻ, അഭിജേഷ്, സുചിത്ര PS എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല കോഴിക്കോട്ട്. മലബാർ മാപ്പിളകല അക്കാദമി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രൊഫസർ കുര്യാക്കോസ് വട്ടമറ്റത്തിന്. ലോകനാർക്കാവ് ഗ്രീൻ ഇക്കോസ്ഫിയർ പരിസ്ഥിതി സംഘത്തിന്റെ നേതൃത്വത്തിൽ ലോകനാർക്കാവിൽ പൂജാ പുഷ്പത്തോട്ടം. ഫുട്വെയർ എക്സ്പോ കേരള 2026 ജൂലൈ 18-19 തീയതികളിൽ കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.